ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സോണിയാസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇറച്ചിപ്പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മട്ടൻ പുട്ടാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള മട്ടൻ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ മട്ടൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, മട്ടൻ മസാല എന്നും പറഞ്ഞ്. അതേ രീതിയിലാണ് ഇതിന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം വീഡിയോ ഒരുപാട് അങ്ങ് ലെങ്തി ആവണ്ടല്ലോ എന്നോർത്താണ് വീണ്ടും ഈ ഫുൾ വീഡിയോ കാണിക്കാത്തത്. അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആ മട്ടൻ മസാലയുടെ റെസിപ്പി. അപ്പം അത് നോക്കിയിട്ട് ആദ്യം മട്ടൻ പ്രിപ്പയർ ചെയ്യുക. സാധാരണ കറിക്കൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ മട്ടൻ വലുതായിട്ടാണ് കട്ട് ചെയ്യാറ്, കുറച്ച് വലുതായിട്ട്. അപ്പം ഇതിൽ വളരെ ചെറുതായിട്ട് കുക്കറിലിട്ട് വേവിച്ച് കഴിയുമ്പം അതിൻ്റെ ബോണൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് നുറുക്കിയെടുക്കണം. അതുപോലെ തന്നെ ചാറൊട്ടും കാണാനായിട്ട് പാടില്ല, നന്നായിട്ട് വറ്റിച്ച് കൊടുക്കണം. ഈ രണ്ട് മാറ്റങ്ങളേ ഉള്ളൂ ആ മട്ടൻ മസാല കറിയിൽ നിന്നുള്ളത്. അപ്പം ഇത് മാറ്റി വെക്കാം. ആ 1 കപ്പ് മട്ടന് 1 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് വെള്ളവും ഒഴിച്ച് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം, ഒന്നിച്ച് ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ എന്ത് മാവോ അല്ലെങ്കിൽ പുട്ടുപൊടിയോ എന്ത് തയ്യാറാക്കുമ്പോഴും വെള്ളം കുറേശ്ശെ വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. സാധാരണ പുട്ടിലേക്ക് ഈ മട്ടൻ കറിയൊക്കെ ഒഴിച്ച് കഴിക്കാറുണ്ട്, പക്ഷെ അതിന് നല്ല ടേസ്റ്റാണ്. നമ്മൾ ആ മട്ടൻ ഇതിൻ്റെ കൂടെ തന്നെ ആവിയിൽ വെച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും കൂടുതൽ ടേസ്റ്റിയാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതിയത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കോണിൽ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് സെലക്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഇപ്പോൾ പുട്ടുപൊടിയൊക്കെ നനച്ചെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം പല പുട്ടുപൊടിയിലും പല അളവിലായിരിക്കും. പിന്നെ ചില പുട്ടുപൊടിക്ക് കൂടുതൽ ഒട്ടിലുണ്ടാകും, അപ്പോൾ ചിലതിന് കൂടുതൽ വെള്ളം വേണ്ടി വരും. അപ്പോൾ ഞാൻ കൂടുതലും മേടിക്കാറൊന്നെങ്കിൽ ഡബിൾ ഹോഴ്സിൻ്റെ അല്ലെങ്കിൽ വിജയുടെ പുട്ടുപൊടിയൊക്കെയാണ്. വിജയുടെ പുട്ടുപൊടി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, കാരണം നല്ല തരിയോട് കൂടി. ചില പുട്ടുപൊടിക്കൊന്നും ഒട്ടും തരി ഉണ്ടാകത്തില്ല, അപ്പോൾ അത് കുഴച്ചെടുക്കാനും കൂടുതൽ സമയമെടുക്കും. പുട്ടുപൊടി ഇവിടെ റെഡിയാണ്, നനച്ച് കഴിഞ്ഞു. അപ്പം ഇത് തരിയുള്ള പൊടി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി എളുപ്പമായിരുന്നു ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയത്ത് തേങ്ങയൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് പുട്ടുകൂടത്തിൽ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ ഇനി പുട്ടുപൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മട്ടനൊക്കെ ചേർക്കുന്നതുകൊണ്ട് തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് തേങ്ങ ചേർക്കുന്നുള്ളൂ ഞാൻ. തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ചേർക്കാം. ചിലർക്ക് കുറച്ച് തേങ്ങ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ ആദ്യമേ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു, പിന്നെ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. 1/4 ഭാഗം പുട്ടുപൊടി ഇട്ടതിന് ശേഷം മട്ടൻ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലിങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിൽ ഗ്രേവി ഉണ്ടെന്നുണ്ടെങ്കിൽ പുട്ട് വെന്ത് വരുമ്പോഴത്തേക്കും സൈഡിലേക്ക് നല്ല ചാറ് ഒലിച്ച് വരും. അതുകൊണ്ടാണ് നന്നായിട്ട് വറ്റിച്ചെടുക്കണമെന്ന് പറഞ്ഞത്. 2 സ്പൂൺ അളവിൽ മട്ടൻ ചേർത്ത് കൊടുക്കാം. വീണ്ടും പുട്ടുപൊടി ഇടാം. ഒന്നുകൂടി മട്ടൻ ഇട്ട് കൊടുക്കാം. വീണ്ടും പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. പുട്ട് ഒരുപാട് അങ്ങ് തള്ളി വെച്ച് കൊടുക്കരുത്, അപ്പോഴത്തേക്കും പിന്നെ ആവി കയറാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നിറച്ചിട്ടതിന് ശേഷം മുകളിലൊരല്പം കൂടി ഞാൻ തേങ്ങ ഇടുന്നുണ്ട്. ഇത് അടച്ച് പുട്ടുംകൂടത്തിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഇത് അടച്ച് വെക്കണം. അടച്ച് വെക്കാനായിട്ട് ഞാൻ കുറച്ച് നേരം കൊണ്ട് ഇതിൻ്റെ മൂട തപ്പുകയാണ്, കാണുന്നില്ല. ഇവിടുത്തെ ഇളയാൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പിടുത്തമൊക്കെ ഉള്ള സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അവനത് അടിച്ചുകൊണ്ട് പോയെന്ന് തോന്നുന്നു, കാണുന്നില്ല ഇതിലേ പോയെന്ന്. ഞാൻ കുറേ നോക്കി, എവിടെയെങ്കിലും കാണുന്നില്ല. അപ്പോൾ ഇതൊരു പഴയ പുട്ടുംകൂടത്തിൻ്റെ അടപ്പാണ്, അത് ചേരത്തില്ലെങ്കിൽ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ആവി കയറുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പുട്ടുംകൂടത്തിലെ പുട്ട് റെഡിയാണ്. ഇനി ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നമ്മുടെ മട്ടൻ പുട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വേറൊരു മെത്തേഡിലുള്ള പുട്ടാണ്. സാധാരണ പുട്ടും കൂടെ ഒക്കെ വീടുകളിൽ ഇല്ലാത്തവർക്കാണെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം പുട്ടുണ്ടാക്കാനായിട്ട്. അതിനായിട്ട് വേണ്ടത് ചിരട്ടയാണ്. ചിരട്ടയും അപ്പച്ചെമ്പുമാണ്. ഇതുപോലെ ഒരു ചിരട്ടയിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ പുട്ടുപൊടി ഇവിടെ മട്ടൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് മട്ടൺ, തേങ്ങ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇത് ഈ അപ്പച്ചെമ്പിൻ്റെ തട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ അപ്പച്ചെമ്പിന് പകരമായിട്ട് നമ്മൾ ഇഡ്ഡലിത്തട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇഡ്ഡലിത്തട്ടിലാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം പുട്ടുകൾ നമുക്ക് ഒരേ സമയത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒരു 3 പുട്ടിനും കൂടെ ഉള്ള പൊടിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ തട്ടെടുത്തത്. അപ്പോൾ ഇഡ്ഡലിത്തട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറേ പുട്ടുകൾ ഒരേ സമയത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും.
ഇനി ഇത് ഇതുപോലെ ഒന്ന് കമിഴ്ത്തി ഇട്ട് കൊടുക്കാം. കമിഴ്ത്തി ഇട്ട് കൊടുക്കുമ്പോൾ പൊടി അങ്ങ് ചെതറി പോവാതിരിക്കാനായിട്ടാണ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞത്. 2 ചിരട്ടപ്പുട്ട് ഇവിടെ റെഡിയാണ്. കണ്ടോ, ചിരട്ടപ്പുട്ടിൻ്റെ ആ ഷേപ്പോട് കൂടി തന്നെ നല്ല രസമാണല്ലേ കാണാനായിട്ട്. ഇതുപോലെ തന്നെ ആയിരിക്കും കഴിക്കാനും നല്ലതാണ്. കാരണം നമുക്കൊരു ചെറിയ പുട്ടായിരിക്കും എങ്കിലും അതിൻ്റെ ആ ഒരു ഷേപ്പും ആ ഒരു മട്ടനും കൂടെ ചായതുകൊണ്ട് മട്ടനിലേക്ക് ആ മസാലയുടെയും മട്ടൻ്റെ എല്ലാം കൂടെ ടേസ്റ്റ് കൂടി ചെല്ലുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റിയാണ് ഈ പുട്ട് കഴിക്കാൻ. ഇനി ഇതും അപ്പച്ചെമ്പിൽ ഞാൻ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ വെള്ളത്തിന് മുകളിലേക്ക് ഈ തട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. 3ാമത്തെ ഒരു ചിരട്ടപ്പുട്ട് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ആവി കയറി വേകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ചിരട്ടപ്പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 രീതിയിലുള്ള പുട്ടും കൊടുത്തിലുള്ള പുട്ട്, ചിരട്ടപ്പുട്ട്, അങ്ങനെ 2 പുട്ടുകളും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.